ഏറ്റവും നല്ല പ്രണയം തുടങ്ങുന്നത് കുടുംബജീവിതത്തിൽ നിന്നാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ആത്മാർത്ഥമായി പ്രണയിച്ചു തുടങ്ങിയാൽ ആ പ്രണയം മണ്ണോട് മണ്ണ് ചേരുന്നതുവരെ നിലനിൽക്കും. നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു നല്ല പങ്കാളിയെ നമുക്ക് കിട്ടിയാൽ ജീവിതത്തിൽ ഒരു കുളിർമഴയുടെ ആശ്വാസം നൽകും. ആണായാലും പെണ്ണായാലും മനസ്സിലാക്കുന്ന മനുഷ്യർ കുറച്ചേയുള്ളൂ. ജീവിതം ഹാപ്പിയാവാൻ അങ്ങനെയുള്ളവരെ കൈവിട്ട് കളയാതിരുന്നാൽ മാത്രം മതി. ഏറ്റവും നന്നായി പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന പലരും അവരുടെ സ്വന്തം ജീവിതത്തിൽ ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ചുമക്കുന്നവരായിരിക്കും. നിന്റെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് എത്ര തന്നെ വിവരിച്ചു കൊടുത്താലും അവർ നിന്നെ മനസ്സിലാക്കണമെന്നില്ല. കാരണം നീ മുങ്ങിത്താഴ്ന്ന ആഴങ്ങൾ കണ്ടുനിന്ന കാഴ്ചക്കാർ മാത്രമാണവർ. അടുക്കുവാനും കൂട്ടുകൂടാനും കാലങ്ങൾ വേണ്ടി വന്നേക്കാം. എന്നാൽ അകലുവാനും ആരുമില്ലാതാകാനും നിമിഷങ്ങൾ മാത്രം മതി. ആർക്കു വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങളെയും സന്തോഷത്തെയും വേണ്ടെന്ന് വയ്ക്കരുത്. ഇന്ന് ജീവിക്കുക ഒരു രാജാവിനെ പോലെ. കാരണം നാളെ എന്നത് വെറും സങ്കല്പം മാത്രമാണ്. സോക്രട്ടീസ് പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായും വിവാഹം കഴിച്ചോളൂ. നല്ല ഭാര്യയെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവാനാകാം, അല്ലെങ്കിൽ തത്വചിന്തകനാകാം. ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് എന്നതിനേക്കാൾ ആരൊക്കെയുണ്ട് എന്നതാണ് പ്രധാനം. എന്തെന്നാൽ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും സ്നേഹത്തോളം വരില്ല മറ്റൊന്നും. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ തന്റെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി കാണുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ ഡൈവോഴ്സ് കഥകൾ കൂടി വരികയാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഡൈവോഴ്സ് ആണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ ഒന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള പ്രണയത്തിൽ വിവാഹം കഴിക്കുന്നതിലും നല്ലത് ഒരു ലിവിംഗ് ടുഗദർ എഗ്രിമെന്റ് ഉണ്ടാക്കി ഒന്നിച്ച് ജീവിച്ച് വിജയിക്കുമോ എന്ന് നോക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആളെ പഠിച്ചെടുക്കുക. അതാകുമ്പോൾ ഒരു പരിക്കുമില്ലാതെ രണ്ടുപേർക്കും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാം. ഇനി കുഴപ്പമില്ല എന്ന് തോന്നിയാൽ 5-10 വർഷം കഴിഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്ത് വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി. കുട്ടികൾ എന്നത് ഏതായാലും വിവാഹം കഴിഞ്ഞ് 100% ഓക്കെയാണെന്ന് തോന്നിയതിനു ശേഷം മാത്രം മതി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായത്തിന് വില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ തുല്യമായ ജാതി, മത, സാമ്പത്തിക നിലകളിലുള്ളവരുമായി മാത്രം വിവാഹത്തിൽ ഏർപ്പെടുക. എന്തെന്നാൽ വിവാഹത്തിന് മുമ്പ് നമ്മൾ പലതും അറിയുന്നില്ല. ഇരുകൂട്ടരും പലതും ഒളിക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ചു നാളുകൾക്ക് ശേഷമായിരിക്കും സത്യമെല്ലാം പുറത്തു വരിക. പിന്നെ അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റിയെന്ന് വരില്ല. അന്യോന്യം വിശ്വസ്തത പുലർത്തുക. രണ്ടുപേരും തുല്യരാണ് എന്ന ചിന്ത രണ്ടുപേർക്കും ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം അറിഞ്ഞു മാത്രം തീരുമാനങ്ങളിലെത്തുക. പഴയ കാലത്തെ പോലെ പെൺകുട്ടികളെ അടുക്കളയിലേക്കായി പുടവ കൊടുത്തു കൊണ്ടുവന്നാൽ ഇന്ന് ആരും അതിന് നിന്നു തരില്ല എന്ന സത്യം മനസ്സിലാക്കുക. സാമ്പത്തിക ഭദ്രത ഉണ്ടായതിനു ശേഷം കുട്ടികളുടെ കാര്യം ആലോചിക്കുക. തുറന്നു സംസാരിക്കാനുള്ള ഒരു സ്പേസ് അന്യോന്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വിവാഹം പരാജയമാവും. അന്യോന്യം ബന്ധുക്കളെയും മറ്റും കുറ്റപ്പെടുത്താതിരിക്കുക. തമാശക്കാണെങ്കിൽ പോലും ആദ്യകാലത്ത് അത് സ്ട്രൈക്ക് ചെയ്യും. കുറെ കാലശേഷമാണെങ്കിൽ അത് പ്രശ്നമാവില്ല. മാത്രവുമല്ല രണ്ടുപേരുടെയും ഹ്യൂമർ സെൻസ് വ്യക്തമായിരിക്കും. ആ ഒരു ലെവലിലേക്ക് എത്തുവാൻ കുറച്ചു കാലം എടുക്കും. വ്യക്തി ശുചിത്വം പാലിക്കുക. മദ്യപാനം ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രം വല്ലപ്പോഴുമാകാം. സ്ഥിരം പരിപാടിയായാൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ബന്ധം തകരാറിലാവും. ഏത് വിവാഹ ബന്ധത്തിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലേക്ക് ബന്ധുക്കളെ വലിച്ചിടാതിരിക്കുന്നതാണ് ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അവരിടപെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോകാനാകാത്ത വിധം പ്രശ്നങ്ങൾ കയ്യിൽ നിന്നു പോകും. അതിനാൽ നമ്മൾ നമ്മളെ തന്നെ ആദ്യം വിലയിരുത്തുക. ഇനി മുതൽ എനിക്കിത് വേണ്ട എന്ന് എന്നും പറയുക. പിറ്റേന്ന് മുതൽ അതില്ലാതെ പറ്റില്ലാത്ത ആളാണോ നമ്മളെന്ന് സ്വയം ആദ്യം തീരുമാനമെടുക്കുക.
അങ്ങനെയുള്ള ആളൊരിക്കലും അപ്പോഴത്തെ ദേഷ്യത്തിനും അരിശത്തിനും ഒറ്റച്ചാട്ടത്തിന് കിണറ്റിൽ വീണാൽ 9 ചാട്ടത്തിന് പുറത്തു വരാനൊക്കില്ല. എന്നാൽ അതേ സമയം തന്നെ മദ്യപാനം, ദേഹോപദ്രവം മുതലായവയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും താമസിയാതെ വിവാഹബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുന്നതാണ് നല്ലത്. കൂടുതൽ പഴുകം തോറും പിന്നിലേക്ക് വരാനുള്ള ദൂരവും കൂടും. അവിഹിതം, അത് ഭാര്യയായാലും ഭർത്താവായാലും അക്കരപ്പച്ച നല്ലതല്ല. നിങ്ങൾ വിവാഹബന്ധത്തിന് തയ്യാറാണോ എന്നത് സത്യസന്ധമായി ചിന്തിക്കുക. അതിനുശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക.